അപ്പോൾ എല്ലാവർക്കും ഋഷി വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറേ നാളത്തെ ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ച് വന്നൊക്കെയാണ്. ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും പനി ഇതൊക്കെ പിടിച്ചു. പിന്നെ മറ്റേ വർക്കിംഗ് ഒക്കെ ആയില്ലോ. അല്ല സോറി, ന്യൂ ഇയർ അല്ല മറ്റേ UAE നാഷണൽ ഡേയുടെ ഹോളിഡേയ്സ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ വിൻ്ററൊക്കെ തുടങ്ങി. ഇപ്പോൾ UAEയിലുള്ളവർക്കൊക്കെ അറിയാം, കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല മഴയും ഫ്ലഡൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ റിക്കവറി ആയി വരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് അൽബർഷ പോൺ പാർക്കിലേക്ക് വന്നിക്കണം. ഫസ്റ്റ് ടൈമാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ എൻട്രൻസിലേക്ക് വന്നു കേട്ടോ. സൂക്ക് അൽ റീഫ് എന്നൊക്കെ എന്താ എഴുതിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് അറിയില്ല. എക്സിബിഷനാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഇങ്ങനെ കിഡ്സിന് കളിക്കണ ഏരിയാസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതേന പിന്നെ അതേ അവിടെ ഇതുണ്ട്. 3 കാര്യങ്ങളാണ് ഉള്ളത് കിഡ്സിന് കളിക്കാൻ. അപ്പൊ ഗൈസ് നമ്മൾ അവിടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രജിസ്റ്റർ ചെയ്തപ്പോൾ നമ്മളുടെ ഫോട്ടോ താഴത്ത് ഇവിടെ വന്നിട്ടുണ്ട്. കുറെ ഫോട്ടോസ് ഉണ്ട് നമ്മളുടെ അവിടെ ഉണ്ട്. ഇവിടെ അറബിക് റെസ്റ്റോറൻറ്റ്സുകളാണ് കേട്ടോ കംപ്ലീറ്റ്. പിന്നെ അവരുടെ ഫുഡ്സ് ആണ്, അവരുടെ സ്റ്റോളുകളൊക്കെ ഉണ്ട് ഇവിടെ കാണാം നമുക്ക്. ഇത് മറ്റേ ഗ്രില്ല്. ഹായ്, എല്ലാം റെഡിയായി വരണേ ഉള്ളൂ കേട്ടോ സ്റ്റോളുകൾ. ചായയൊക്കെ ഇതേ തിളക്കുന്നുണ്ട് കിടന്നിട്ട്. മന്തി ഉണ്ട്. എനിക്ക് മാച്ച് ഉണ്ടാക്കണം കണ്ടോ. ഇവിടെ അറബിക് ഫുഡായ കാരണം ഒക്കെ അറബിയിൽ എഴുതിയേക്കണത്. നമുക്കിത് ഇംഗ്ലീഷും ഇല്ല. നോക്കിയേ, അറബികൾക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. ഇവിടെ എക്സസൈസ് ചെയ്യണ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഒരു സെക്ഷനിൽ നല്ല കാമൽ മീറ്റും ഗോട്ട് മീറ്റും ഉണ്ട് കേട്ടോ. ഗോട്ടിനെ കട വെച്ചിട്ടുണ്ട് കണ്ടോ. കാമൽ മീറ്റും ഗോട്ട് മീറ്റും. അപ്പോൾ ഇതാണ് പോണ്ട് പാർക്കിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ, അൽബർഷ പോണ്ട്. കുറച്ച് സീഗിൾസ് നടക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ബോട്ടിംഗ് ഉണ്ട്. 50 dirhams ആണ് ഒരാൾക്ക് പെർ പേഴ്സൺ. ഇതേ കണ്ടില്ലേ, ഒരു അരയന്നത്തിൻ്റെ പോലെ. പിന്നെ കുറച്ച് കാക്കകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കുന്നുണ്ട്. വരുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള കുറേ കൊക്കുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈപ്പ് ഓഫ് പക്ഷികളുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ ഇത് പറയില്ലേ, എരണ്ട എന്നൊക്കെ പറയില്ലേ, അതൊക്കെ കുറച്ച് ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ട്. അത്ര തന്നെ. പിന്നെ ഇത് 2-3 വാട്ടർ ഫൗണ്ടെയിൻസ് ഇങ്ങനെ ഇടയിലുണ്ട്. ഒരു വൈകുന്നേരമൊക്കെ വന്നിട്ട് നല്ല ചായയൊക്കെ കുടിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ പോകുമ്പോൾ ഒരു റാബിറ്റിനെ കണ്ടു. നമ്മളപ്പോൾ അങ്ങനെ നടന്ന് ആ പോണ്ടിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു. കണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ആ ലൈറ്റൊക്കെ കാണുന്ന ഭാഗം. ഇവിടുന്ന് നമുക്ക് ബുർജ് അൽ അറബ് കാണാൻ പറ്റും. ഇതേ കണ്ടോ, ഇതാണ് ബുർജ് അൽ അറബ്. അപ്പൊ നല്ല തണുപ്പ് തുടങ്ങിയിട്ടോ. തണുത്തിട്ട് കൈ കണ്ട് വിറക്കിയാണ്. നല്ല തണുപ്പ്. ലച്ചു വേണമെങ്കിൽ കോട്ട് എടുക്കാൻ പറഞ്ഞിട്ട് കോട്ട് കാറിൽ വെച്ച് വന്നു. കണ്ട, ഇപ്പൊ അവർക്ക് നല്ല തണുത്തിട്ട് വയ്യ. ഓക്കെ, കിട്ടും. ഷട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന്. അതായത് ഷട്ടിൽ ബാറ്റ് കളിക്കണം 2 പേരും. നമ്മളൊരു റാബിറ്റിനുണ്ട്. അപ്പം ഇതാണ് അൽബർഷ പോൺ പാർക്കിന്റെ വിശേഷങ്ങൾ. കുഴപ്പമില്ല, നല്ല കാണാനുള്ളൂ. പക്ഷെ അറബികളാണ് നിറച്ചിട്ടാ. ഇവിടെ ഗ്രില്ല് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ടെന്റ് അടിക്കാം, പക്ഷെ
ഫുൾ നൈറ്റ് ഒന്നും പറ്റില്ല. വന്ന് ഭക്ഷണം പിന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നിട്ട് നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാൻ. തണുത്തിട്ട് വയ്യ, ഭയങ്കര തണുപ്പ്. പിന്നെ എന്താ പറയാ, പിള്ളേർക്ക് കളിക്കാൻ കുറച്ച് സ്ഥലമുണ്ട്, അങ്ങനെയൊക്കെയുള്ളൂ. പിന്നെ ബോട്ടിങ് മെയിനായിട്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വിശേഷമായിട്ട് പിന്നെ കാണാം.